ഈ രക്ഷരാജ് എന്ന് പറയുന്ന സീരിയൽ നടീനെ എല്ലാവർക്കും അറിയാമായിരിക്കും. ഈ സാന്ത്വനം എന്ന സീരിയലിലെ അപർണ എന്ന ക്യാരക്ടർ ചെയ്ത ഒരു കുട്ടിയാണത്. അപ്പോൾ നമ്മൾ ഈ സീരിയൽ സിനിമയിലൊക്കെ അഡ്ജസ്റ്റ്മെന്റിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടാവും. അഡ്ജസ്റ്റ്മെന്റ് പല ആ, മേഖലകളിലും നടക്കുന്ന ഒന്നാണ്. അപ്പോൾ ഈ അഡ്ജസ്റ്റ്മെന്റിനെ കുറിച്ച് ഒരു കാര്യം ഇപ്പോൾ ഈ കുട്ടി തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഈ കുട്ടിക്ക് സിനിമാ മേഖലയിൽ നിന്നും സീരിയൽ മേഖലയിൽ നിന്നും അങ്ങനെ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളൊന്നും, മോശമായിട്ടുള്ള അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അത്തരം സമീപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നത് എന്താ വെച്ചാൽ, എന്തായാലും നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ നമ്മളെ പിടിച്ചു കെട്ടിയൊന്നും ആരും കൊണ്ടുപോകത്തൊന്നുമില്ല. പക്ഷേ നേരിട്ട് ചോദിക്കുന്ന ആൾക്കാരുണ്ട് അഡ്ജസ്റ്റ്മെന്റിന്. അപ്പം നടീനോട് ഒരാൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് മുകളിലേക്ക് പോകണമെങ്കിൽ സ്റ്റെപ്പ് കയറി പോകാം, അല്ലെങ്കിൽ ലിഫ്റ്റ് കയറി പോകാം. ഈ സ്റ്റെപ്പ് കയറി പോകാന്ന് വെച്ചാൽ തന്നെ നമുക്കറിയാം, അത് എഫേർട്ട് ഇട്ട് അതിൻ്റെതായ സമയമെടുത്ത് വേണം എത്താൻ. ലിഫ്റ്റ് എന്ന് വെച്ചാൽ ഒരു ലിഫ്റ്റിന്റെ സഹായത്തോടു കൂടി മുകളിലേക്ക് പോകുന്നതിന് നമ്മളധികം എഫേർട്ട് ഇടേണ്ട ആവശ്യമില്ല. പക്ഷേ ചില അഡ്ജസ്റ്റ്മെന്റുകൾ അതിന് നമ്മൾ കൊടുക്കേണ്ടി വരും. പക്ഷെ നടിക്കൊരു സന്തോഷം എന്താന്ന് വെച്ചാൽ, ആരും അങ്ങനെ ഒരുപാട് സീരിയലുകളിൽ നായികയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ആരും അങ്ങനെ മോശമായിട്ട് പെരുമാറിയിട്ടില്ല. വളരെ സേഫായിട്ട് തന്നെയാണ് ഇതുവരെ അഭിനയിച്ചു പോകുന്നത്. അതുപോലെ തന്നെ സീരിയൽ മേഖലയിൽ നോക്കാനാണെങ്കിൽ നല്ല ഓർമ്മകൾ മാത്രമാണ് തനിക്ക് ഉണ്ടായിരിക്കുന്നതെന്നും നടി പറയുന്നുണ്ട്. പക്ഷെ എല്ലാവർക്കും ഇങ്ങനെ ആയിരിക്കണം എന്നില്ല. പ്രത്യേകിച്ച് പെട്ടെന്ന് ഇപ്പോൾ ഒരു വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു മേഖലയാണ് സീരിയൽ എന്ന് വെച്ചാൽ, നമുക്കറിയാം ഒത്തിരി സുന്ദരികളായിട്ടുള്ള ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാർ നിരന്ന് നിൽക്കുമ്പോൾ അതിലൊരാളെ ചൂസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം അങ്ങനെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് സ്വാഭാവികമായിട്ടും ഒരു അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകുന്ന ആൾക്കാരെയാണ് സെലക്ട് ചെയ്യുക എന്ന് പലരും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ അങ്ങനെ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറായിട്ടുള്ള ഒരുപാട് നടിമാര് അതിന് വേണ്ടിയിട്ട് ഒരു സിനിമ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് തയ്യാറാകുന്ന ആൾക്കാരാണ് കുറേയൊക്കെ ഉള്ളത്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്തെങ്കിലും പ്രിവിലേജ് ഉണ്ടായിരിക്കണം. നമ്മുടെ പാരൻസോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ആരെങ്കിലും ഒക്കെ ഈ ഒരു ഫിലിം ഫീൽഡിൽ തന്നെ ഹയർ ആയിട്ടുള്ള ഇതിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്യാനും ഒക്കെയുള്ള ആൾക്കാരായിരിക്കണം. ഇപ്പോൾ മേനകയുടെ മോള് കീർത്തി സുരേഷിനെയൊക്കെ പോലെ. അല്ലെങ്കിൽ നമ്മൾ എക്സ്ട്രീം ടാലന്റഡ് ആയിരിക്കണം. എക്സ്ട്രീം ടാലന്റഡ് നമ്മൾ നമ്മുടേതായിട്ടുള്ളൊരു ഇത് ഒരു ഇത് ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇങ്ങനെ ഇത്രയും ഹറാസ്മെന്റ് ഉണ്ടാകില്ല. ലൈക്ക് മഞ്ജു വാര്യറൊക്കെ ആണെന്നുണ്ടെങ്കിൽ, വാര്യറിന്റെ സിനിമ കാണാൻ ഒത്തിരി ഫാൻസ് ഉണ്ട്. അവരെ കാണാൻ വേണ്ടി പോകുന്ന ആൾക്കാരുണ്ട്. അപ്പം അവരെയൊക്കെ സംബന്ധിച്ച് ഒരാളുടെ അടുത്ത് പോയി ക്യൂ നിൽക്കുന്ന ഒരു അവസരത്തിന് വേണ്ടിയിട്ട് ഒരാളുടെ കാല് പിടിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പം അങ്ങനെയുള്ള ആളുകളെ ഇതിപ്പോൾ ഒരു പാഷനായിട്ട് കൊണ്ട് നടക്കുന്ന ആൾക്കാരെ യൂസ് ചെയ്യാനായിട്ടും കുറേ ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവരുടെ ഒരു ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകുന്ന ഒരു കൂട്ടം സ്ത്രീകളും ഉണ്ട്. അപ്പം ഈ രണ്ട് കൂട്ടരും ഉള്ളിടത്തോളം കാലം ഇത്തരം അഡ്ജസ്റ്റ്മെന്റുകളും ഈ ഒരു പ്രോസസ്സ് അങ്ങനെ തുടർന്നുകൊണ്ട് പോകും എന്നുള്ളതാണ്. ഒന്നില്ലെങ്കിൽ ഒരു ഭാഗത്ത് നിന്ന് കംപ്ലീറ്റ് അവർ സ്റ്റോപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഇവർ ചോദിച്ചു കഴിഞ്ഞാലും ഞങ്ങൾ കൊടുക്കില്ല എന്നുള്ളത് പെൺകുട്ടികൾ ഇപ്പുറത്തെ ഭാഗത്തു നിന്നും അവരും സ്റ്റോപ്പ് ചെയ്യണം. രണ്ടു കൂട്ടരും ഇത് സ്റ്റോപ്പ് ചെയ്യാത്ത സ്ഥിതിക്ക് ഇതിങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സായിട്ട് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്.